ഹായ്, നമ്മളിന്നിവിടെ ഉണ്ടാക്കുന്നത് വെണ്ടയ്ക്ക തീയലാണ് കേട്ടോ. അതിനാവശ്യമുള്ള വെണ്ടയ്ക്ക ഇതാ ഇത്രയും വേണം. എന്നിട്ട് കുഞ്ഞുള്ളിയാണ് ഇതിന് നല്ല ടേസ്റ്റ് കൂട്ടുന്നത്. അതുകൊണ്ട് കുഞ്ഞുള്ളിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് കേട്ടോ. അതിന് നീളത്തിൽ ഇതാ അതുപോലെ വെണ്ടയ്ക്ക അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണച്ചട്ടി ചൂടാക്കി കടുകും പൊട്ടിച്ച് കറിവേപ്പില ഇടാം. അരിഞ്ഞു വെച്ച വെണ്ടയ്ക്കയും അതുപോലെ തന്നെ ഉള്ളിയും നമ്മളിട്ട് നന്നായിട്ട് വഴറ്റുന്നുണ്ട്. ഇങ്ങനെ വഴറ്റി കഴിഞ്ഞാൽ അതിൻ്റെ നന്നായിട്ട് വേവുകയും ചെയ്യും, നല്ല ടേസ്റ്റുമാണ്. അപ്പം ഇനി ഇത് വഴണ്ട് വരാൻ നമുക്ക് അല്പം ഇത്രയേ ഉള്ളൂ, ഇത്രയും ഉപ്പ് നമുക്ക് ഇടാം. അതാകുമ്പോൾ പെട്ടെന്ന് വഴണ്ട് കിട്ടുകയും ചെയ്യും. അതിനുശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കേണ്ട അരപ്പാണ്. അതിലേക്ക് നമുക്ക് തേങ്ങ വറുത്തരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തേങ്ങയും കുഞ്ഞ് പുളിയും അതിനുശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും അത്യാവശ്യമായിട്ട് ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക അതുപോലെ വെന്ത് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ തേങ്ങ നന്നായിട്ട് ബ്രൗൺ കളറിലാക്കാനാണ് നമുക്ക് വറുത്ത് ചേർക്കണം. അപ്പം ഇനി തേങ്ങ ചേർത്തതിന് ശേഷം ഇത്രയും കൂടെ ഉണ്ട്. അപ്പം 2-3 ഉള്ളിയും കൂടെ ഇട്ടു ഒന്ന് വഴറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുണ്ട്, നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ തീയൽ നന്നായിട്ട് വെന്തുകൊണ്ടിരിക്കണം കണ്ടോ. ഇതുപോലെ നല്ല രീതിയിൽ കുഴമ്പ് പരുവത്തിൽ ആകുന്നുണ്ട് കേട്ടോ. നമുക്ക് അപ്പം അത് ഇച്ചിരി കൂടെ വേവാൻ വേണ്ടി നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം. അപ്പം അത് വറ്റുന്നത് വരെ അതവിടെ ഇരുന്ന് നന്നായിട്ട് വെന്ത് സെറ്റാകും. അതിനാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് അത്ര മാത്രം വെള്ളം മതി കണ്ടോ. അപ്പോൾ നമ്മുടെ അരപ്പിൽ ചേർക്കേണ്ടത് അതുപോലെ തേങ്ങയ്ക്കകത്ത് നമ്മളിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കണം, ആ ഒരു പച്ചമണം മാറാൻ. അപ്പം ഇത് കണ്ടോ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അരപ്പ് ഇത് കണ്ടോ. ഇനി അരച്ചിട്ട് നമുക്ക് ഇടാം കണ്ടോ. ഇത് അരച്ച് നല്ല രീതിയിൽ മഷിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ. ആ വെള്ളമെല്ലാം അങ്ങ് വറ്റി. അപ്പം അത്രയുമുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ച ആ അരപ്പ് എടുത്തിട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ ഇതെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. നമ്മൾ തീയൽ റെഡിയാണ്. അത്ര പെട്ടെന്ന് നമുക്ക് തീയൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.